പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈവെട്ടിയ കേസിൽ അറസ്റ്റിലായ സവാദ് വർഷങ്ങളായി കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നെന്ന് കണ്ടെത്തൽ. സവാദിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 8 കൊല്ലം കഴിഞ്ഞു. സവാദ് വിവാഹം ചെയ്ത SDPI നേതാവിൻ്റെ മകളെ തന്നെയാണ്. വിവാഹശേഷവും കേരളത്തിൽ തന്നെ താമസിച്ചതായും കണ്ടെത്തൽ. ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റാണ് സവാദിന് എതിരെ തെളിവായി മാറിയത്. ഷാജഹാൻ എന്ന് പേര് മാറ്റിയെങ്കിലും ജനന സർട്ടിഫിക്കറ്റിൽ പേര് സവാദ് എന്നായിരുന്നു. ശരീരത്തിലുണ്ടായ മുറിവിൻ്റെ പാടുകൾ സവാദാണ് പിടിയിലെന്ന് സ്ഥിരീകരിക്കാൻ കാരണവുമായി. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് മറ്റു വിവരങ്ങൾ നൽകുന്നു. ശ്രീകാന്ത് പറയൂ. എസ്കെൻ, ഈ കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 13 വർഷത്തിൽ 5 വർഷം ഈ സവാദ് എവിടെയായിരുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇയാൾ മറ്റെവിടേക്കോ ഒളിവിലായിരുന്നു, വിദേശത്തൊക്കെ പോയിരുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഇയാൾ 8 വർഷമായി കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അതായത് രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും എല്ലാ ഏജൻസികളും സവാദിനെ തിരക്കി ഇറങ്ങുമ്പോൾ കണ്ണൂരിൽ ഒരു മരപ്പണിക്കാരനായി ഇയാൾ കഴിഞ്ഞുകൂടുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്ചര്യകരമായ കാര്യം. കണ്ണൂർ ഈ വിവാഹം സവാദിൻ്റെത് കഴിഞ്ഞിട്ട് 8 വർഷമായി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇയാൾ വിവാഹം ചെയ്തത് കാസർകോട്ടെ ഒരു SDPI നേതാവിൻ്റെ മകളെ തന്നെയാണെന്നും ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വിവാഹശേഷം ഇയാൾ പുറത്തെങ്ങും പോയിട്ടില്ല. കേരളത്തിൽ തന്നെ മരപ്പണിക്കാരനായി തങ്ങി. റിയാസ് എന്ന വ്യക്തിയാണ് ഇയാൾക്ക് ഈ മരപ്പണിക്ക് വേണ്ടിയുള്ള കോൺട്രാക്റ്റും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്തു കൊടുത്തിരുന്നത്. ഈ റിയാസും SDPI നേതാവാണ്. വളപട്ടണം, വിളക്കോട്, ബേരം എന്നിവിടങ്ങളിലായി ഇയാൾ മാറി മാറി താമസിച്ചു എന്നും അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം എല്ലാ കുറ്റവാളിയും അവശേഷിപ്പിക്കുന്ന ഒരു തെളിവുണ്ട്. എല്ലാ ഏജൻസികൾക്കും ആ കുറ്റവാളിയിലേക്ക് എത്താൻ സാധിക്കുന്ന തരത്തിലുള്ള തെളിവ് അത് സവാദും അവശേഷിപ്പിച്ചു. ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റാണ് അത്. ഷാജഹാൻ എന്ന പേര് മാറ്റിയെങ്കിലും ഈ ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് പേര് മാറ്റാൻ മറന്നുപോയി, അല്ലെങ്കിൽ വിട്ടുപോയി. അതിൽ ഷാജഹാൻ എന്നല്ല ഉണ്ടായിരുന്നത്, സവാദ് എന്ന് തന്നെയായിരുന്നു ഉണ്ടായത്. അത് ഇയാളിലേക്ക് എത്താൻ ഏജൻസിയെ സഹായിച്ചു. കാരണം ഇതെല്ലാം ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ ഇത് സവാദ് തന്നെയെന്ന് ഉറപ്പിക്കാൻ സാധിച്ചു. ഒപ്പം തന്നെ അന്ന് ഈ അധ്യാപകന്റെ കൈ വെട്ടുമ്പോൾ ഈ സവാദിന്റെ ശരീരത്തിലും മുറിവുണ്ടായിരുന്നു. ഈ മുറിപ്പാട് കൂടി പരിശോധിച്ചതിൽ നിന്നും ഇത് സവാദ് എന്നുറപ്പിച്ചു. പിന്നാലെ പിടികൂടി. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്.